എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ യൂട്യൂബേഴ്സ് ഏറെ പണം വാരുന്നത് ഏതെങ്കിലും സെലിബ്രിറ്റികളുടെയോ അല്ലെങ്കിൽ സംഭവങ്ങളുടെയോ അല്ലെങ്കിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളുടെയോ ഒക്കെ കാര്യം പറഞ്ഞാണ്. അതേസമയം എവിടെ നിന്ന് വരുന്നു എന്നുള്ള സോഴ്സ് പോലും കൃത്യമായിട്ട് അറിയാതെ ഭൂമിയുടേതല്ലാത്ത, ഭൂമിയിൽ ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത വളരെ അകലത്തുകൂടി പാഞ്ഞു പോകുന്ന, അതായത് ഒരു സെക്കൻഡിൽ 68 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന 3i അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർസ്റ്റെല്ലാർ കോമറ്റ്, അതിനെ ആൾക്കാർ പ്രത്യേകിച്ചും യൂട്യൂബേഴ്സ് നിറം പിടിപ്പിച്ച കഥകൾ വഴി വലിയ AI ഫേക്കായിട്ടുള്ള വീഡിയോസും അതുപോലെ ഫോട്ടോസും എടുത്ത് വലിയ കെട്ടിടം പോലെയും ഒക്കെയാണ് ഈ കോമറ്റിനെ ഒരു ഏലിയൻ സ്പേസ് ഷിപ്പായിട്ട്, ഒരു സ്പേസ് ക്രാഫ്റ്റായിട്ട് നിറം പിടിപ്പിച്ച കഥകളിലൂടെ യൂട്യൂബ് വഴി പണം വാരുന്നത്. പല തമ്നയിലും ഞെട്ടിപ്പിക്കുന്നതാണ്, അമ്പരപ്പിക്കുന്നതാണ്. നമ്മുടെ മലയാളികളും ഇഷ്ടംപോലെ ഫേമസ് ആയ വീഡിയോസ് ഉണ്ട് ഈ 3i അറ്റ്ലസ്. അപ്പം നമുക്കറിയാം, ഇത് വരുന്നത് ഇൻ്റർസ്റ്റെല്ലാർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സൗരയൂഥത്തിന് വെളിയിൽ നിന്ന്, അതായത് നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള ക്ഷീരപഥം എന്ന് പറയുന്ന മിൽക്കി വേയിൽ നിന്ന് തന്നെ അതിൻ്റെ കൃത്യമായിട്ടൊരു സോഴ്സ് പറയാൻ പറ്റത്തില്ല. കാരണം ബില്യൺ ഇയേഴ്സ് ബാക്കാണ് അതിൻ്റെ ഒറിജിൻ. അപ്പോൾ അത് വരുന്നത് കൃത്യമായിട്ട് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. പക്ഷേ എങ്കിലും മിൽക്കി വേയിലെ ഏതോ നക്ഷത്രക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ചിതറിത്തെറിച്ച് ഇങ്ങോട്ട് പോരുന്നതാണ്. ഏകദേശം 5 കിലോമീറ്ററോളം സൈസുണ്ട്. അപ്പോൾ ആദ്യമേ ഇത് കണ്ടത് ജൂലൈ 1-ാം തീയതിയാണ് 2025. അത് ചിലിയിലെ ഒരു ഒബ്സർവേറ്ററി, അവിടുത്തെ ടെലസ്കോപ്പ് വെച്ചാണ് ഇത് കണ്ടെത്തിയത്. പിന്നെ ജെമിനി ഒബ്സർവേറ്ററി, പിന്നെ ഹബിൾ ടെലസ്കോപ്പ്, ജെയിംസ് വെബ് ടെലസ്കോപ്പ്, ഇതെല്ലാം വെച്ച് പലതരം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. സൂര്യനോടടുത്തും മറ്റും പോകുന്ന, അതായത് സൂര്യനോടടുത്ത് 29 ഒക്ടോബറിനാണ് ഏറ്റവും അടുത്തുകൂടി പോയത്. അപ്പോൾ ഇത് പുറപ്പെടുവിക്കുന്നത് നിക്കലും സയനൈഡും അതുപോലെ ഐസും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം തുപ്പുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തീ പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് ഫോട്ടോസ് കിട്ടത്തില്ല, ഇത്രയും ദൂരമായതുകൊണ്ട് തന്നെ. ഇതുവരെ 3 ഇൻ്റർസ്റ്റെല്ലാർ കോമറ്റുകളാണ് സയൻറ്റിസ്റ്റുകൾ ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് 1i ഒമുവാമുവ എന്നുള്ള ഒരു കോമറ്റാണ്. രണ്ടാമത്തത് 2i ബൊറിസോ എന്നുള്ള കോമറ്റായിരുന്നു. അതും നമ്മുടെ സോളാർ സിസ്റ്റം കടന്നുപോയി. മൂന്നാമത്തതാണ് ഈ 3i അറ്റ്ലസ്. അങ്ങനെ ഈ 3i അറ്റ്ലസ് ഭൂമിക്ക് യാതൊരുവിധ ഭീഷണിയും നേരിടുന്നില്ല. അത് വളരെ അകലത്തു കൂടിയാണ് പോകുന്നത്. അതേ സമയത്ത് യൂട്യൂബേഴ്സ് എല്ലാം പറഞ്ഞുണ്ടാക്കിയത് ഇത് ഭൂമിയിൽ വന്ന് ഇടിക്കും, അവിടെ നിന്ന് ഒരുപാട് സിഗ്നൽസ് കിട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഊതിപ്പെരുപ്പിച്ച് നിറം പിടിപ്പിച്ച കഥകൾ ഒരുപാടുണ്ടാക്കി. അങ്ങനെ ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചു. അതുപോലെ നാസ പലതും മറച്ചു വെക്കുന്നു. ശാസ്ത്രലോകം ഞെട്ടിത്തരിച്ചു. ചൈനക്കാർ മിണ്ടുന്നില്ല, അവർ പേടിച്ചിരിക്കുകയാണ്, അമേരിക്ക പേടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പലതരം ഊഹാഭോഹങ്ങളും നിറം പിടിപ്പിച്ച കഥകളും എല്ലാം വന്നു. പക്ഷേ വാസ്തവത്തിൽ ഇത് അനന്തതയിലേക്ക് നീണ്ടുപോകുന്ന ഒരു ഇൻ്റർസ്റ്റെല്ലാർ കോമറ്റാണ്. അപ്പോൾ ആരും അതിൽ പേടിക്കേണ്ടതില്ല.